വെറും 20,000 രൂപയ്ക്ക് വേണ്ടി സ്വന്തം സഹോദരിയുടെ അഴുകിയ അസ്ഥികൂടം തോളിലിട്ട് ബാങ്കിലോട്ട് പോവേണ്ടി വന്ന ഒരു ബ്രദറിന്റെ കഥ നിങ്ങൾക്കറിയോ? ഇത് നടന്നത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ അല്ല, 2026 എന്താണ് ഇതിന്റെ പുറകിലുള്ള സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹായ്, ഐ ആം ശരത്. ദിസ് ഈസ് ഡേ 57 ഓഫ് 100 Days 100 Story സീരീസ്. സോ ഞാനിടുന്ന ഈ കോണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ചെയ്യും. ഒഡീഷയിലെ ഒരു ആദിവാസി ഗ്രാമത്തിൽ ജീവിച്ചു വരുന്ന ഒരാളാണ് ജിത്തു മുണ്ട. പേരിന് സ്വന്തം എന്ന് പറയാനായിട്ടുള്ളത് ഒരു സഹോദരി മാത്രമാണ്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഒരു ദിവസമാണ് ആ സഹോദരി മരണപ്പെടുന്നത്. അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 20,000 രൂപ ഉണ്ടായിരുന്നു. സോ ആ പൈസ കിട്ടിയാലാണ് ഇദ്ദേഹത്തിന് ബാക്കി കാര്യങ്ങൾ ചെയ്യാനും മുന്നോട്ട് ജീവിക്കാനായിട്ടും കഴിയുക. എന്നാൽ ഇതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ബാങ്കിൽ പോയപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റും ലീഗൽ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ഫോർമാലിറ്റീസും പ്രൊസീജിയേഴ്സും ഒന്നും തന്നെ മനസ്സിലാക്കാനായിട്ടുള്ള എഡ്യൂക്കേഷൻ ആ പാവത്തിന് ഉണ്ടായിരുന്നില്ല. ഒന്നോ രണ്ടോ അല്ല, ഒരുപാട് തവണ ആ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആ ഒരു ബാങ്കിൽ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് എവരി ടൈം ആ ഒരു പൈസ കൊടുക്കാതെ പുള്ളിക്കാരനെ പുറത്താക്കുകയായിരുന്നു ബാങ്ക് ചെയ്തത്. ഒരു വിധത്തിലും പൈസ കിട്ടാത്തതുകൊണ്ട് തന്റെ സഹോദരിയുടെ മരണത്തിന്റെ തെളിവിന് വേണ്ടി പുള്ളിക്കാരൻ ആ കുഴിമാടം തോണ്ടി അഴുകിയ അസ്ഥിയെല്ലാം ചാക്കിലാക്കി. ദെൻ തോളി ചുമന്ന് കരഞ്ഞുകൊണ്ട് അദ്ദേഹം ബാങ്കിലെത്തി. എല്ലാവരോടും പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതല്ലേ നിങ്ങൾക്ക് വേണ്ട തെളിവെന്ന്. ദെൻ ഈ പ്രശ്നങ്ങൾക്ക് ശേഷം ബാങ്ക് അതോറിറ്റിയും ആ ഒരു പൈസ കൊടുത്തെങ്കിലും ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ വേദനയിലൂടെ ആയിരിക്കും ആ ഒരു ബ്രദർ കടന്നു പോയിട്ടുണ്ടാവുക. സോ നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് ശരിക്കും എന്താ തോന്നിയെന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസിനായിട്ട് ഫോളോ ചെയ്യാം.